we are going to start the class. അപ്പൊ രാവിലെ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഏതൊക്കെ വേർഡ്സ് രാവിലെ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞേ. മ്യൂട്ട് ചെയ്യാത്തവര് മ്യൂട്ട് ചെയ്യണേ. ഇന്ന് രാവിലെ പഠിപ്പിച്ചത് ഏതൊക്കെ വേർഡ്സ് ആണ്? ഒന്ന് പറഞ്ഞേ ഗോൾവിനെ. ഇംഗ്ലീഷ് ആണ്. നിങ്ങൾ അൺമ്യൂട്ട് മ്യൂട്ട് ചെയ്യാത്തവരൊന്ന് മ്യൂട്ട് ചെയ്തേ. Cool, feet, meat, feet. Okay, രാവിലെ പഠിച്ച ഏതൊക്കെ വേർഡ്സ് ആണ്? ടൂൾ, കൂൾ ആൻഡ് കൂൾ. പിന്നെ ഈ വേർഡ്സ് പഠിച്ചിട്ടുണ്ട്. അതൊക്കെയായിരുന്നു. ഫസ്റ്റ് വൺ ഫീറ്റ്, മീറ്റ് ആൻഡ് സ്വീറ്റ്. The spelling of tool is T-O-O-L, tool. Then second one, cool. The spelling of cool is C-O-O-L, cool. And the third one, pool, P-O-O-L, pool. Okay, രാവിലത്തെ ക്ലാസ് മിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്താ 2 പാർട്ടായിട്ട് മുറിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ലാപ്ടോപ്പിൽ നോക്കുന്ന സമയത്ത് അത് കണ്ടു കിട്ടിയില്ല. അതുകൊണ്ടാണ് രാവിലത്തെ ക്ലാസ്സിൽ ഒന്നുകൂടി പറഞ്ഞിരുന്നത്. ഇത് മാത്രമേ റെക്കോർഡ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഫസ്റ്റ് വൺ ടൂൾ, T-O-O-L, ടൂൾ. C-O-O-L, cool. And third one, P-O-O-L, pool. And ഈ വേർഡ്സ് ഏതൊക്കെയാണ്? feet. First one, feet. F-E-E-T, feet. M-E-E-T, meat. S-W-E-E-T, sweet. F-E-E-T, feet. M-E-E-T, meat. S-W-E-E-T, sweet. Parvana, sit properly. Yes, then take the next page. Today we are going to learn some new words. Take the page number 10. Some words begin with SH. Sh sound ആണ് വരിക. SH വരുന്ന സമയത്ത് ഏത് സൗണ്ട് ആണ്? SH, sh. നോക്കാം SH വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, ഫസ്റ്റ് പിക്ചർ എന്താണ്? ഷർട്ട്. ഓക്കെ, ഷർട്ട്. എങ്ങനെ പ്രൊനൗൺസ് ചെയ്യേണ്ടത്? ഷർട്ട് എന്നാണോ? അല്ല അല്ലേ, ഷർട്ട്. Okay, it is read as shirt. And the spelling of shirt is S-H-I-R-T, shirt. നെയ്ജന്റെ അടുത്ത് ആരാ ഡാൻസ് കളിക്കുന്നത്? ഏഞ്ചലാ? ഓക്കെ, ഷർട്ട് എന്ന വേർഡിന്റെ സ്പെല്ലിംഗ് എന്താ? S-H-I-R-T, shirt. ഓക്കെ, സ്റ്റാർട്ടിങ് ഏതാണ്? SH ആണ്. IRT മാത്രം പഠിക്കുക. ഷർട്ട്, ഷ് സൗണ്ട് വരുമ്പോ SH. IRT, ഷർട്ട്, ഷർട്ട്. S-H-I-R-T, ഷർട്ട്. Then second one, shoe. എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ള വേർഡ്സ് ആണ്. ഷൂ, S-H-O-E, shoe. S-H-O-E, shoe. Aaron and Jaswal, S-H-O-E, shoe. shoe, സൗണ്ട് വരുമ്പോ O ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. S-H-O-E, shoe. Last one, ship. Ship, ship, ship എന്ന് പറഞ്ഞ കപ്പലാണ് അല്ലേ? കപ്പൽ. ഷിപ്പ് മീൻസ് കപ്പൽ. അപ്പൊ ഷിപ്പിന്റെ സ്പെല്ലിംഗ് എന്താണ്? S-H-I-P, ഷിപ്പ്. ഓക്കെ, ഒന്ന് നമുക്കത് എഴുതി നോക്കിയാലോ സ്പെല്ലിംഗ്. ഒന്ന് നിങ്ങൾ സ്ലൈറ്റ് ഇട്ടോ. നിങ്ങൾക്ക് ഇപ്പോ സ്ലൈറ്റോ റഫ് ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് സ്പെല്ലിംഗ് എഴുതി നോക്കിയേ. എന്തായിരുന്നു സ്പെല്ലിംഗ്? ഷർട്ടിന്റെ സ്പെല്ലിംഗ് എന്താ? S-H-I
sorry, I-R-T, shirt. Yes, H-I-R-T, shirt. Shirt. S-H-R-I-T, shirt. S-H-I-R-T, shirt. Say the spelling of shirt. ഒന്ന് പറഞ്ഞ ഫിയോണ ചിണുങ്ങാതെ. എന്തിനാ അവിടുത്തെ ചിണുങ്ങുന്നത്? പറഞ്ഞ സ്പെല്ലിംഗ് ഷർട്ടിന്റെ. S-H-I-R-T, shirt. S-H-I-R-T, shirt. Once more. S-H-I-R-T. സ്ലേറ്റിലോ റഫ് ബുക്കിലോ ഒന്ന് എഴുതി നോക്കിയേ. സ്പെല്ലിംഗ് പഠിച്ചിട്ടൊന്ന് വേഗം എഴുതി നോക്കിയേ. S-H-I-R-T, shirt. S-H-I-R-T, shirt. S-H-I-R-T, shirt. Next, shoe. Shoe. And what is the spelling of shoe? എന്താ ഷൂന്റെ സ്പെല്ലിംഗ്? S-H-O-E, shoe. S-H-O-E, shoe. S-H-O-E, shoe. സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞേ. S-H-O-E, shoe. S-H-I-R-T, shirt. എല്ലാത്തിന്റെ സ്പെല്ലിംഗ് എഴുതണേ. റഫ് ബുക്കിലോ സ്ലേറ്റിലോ. S-H-O-E, shoe. S-H-O-E, shoe. And the next one, Nigel, what are you doing there? Are you playing with board? Then next word, last one, ship. S-H-I-P, ship. S-H-I-P, ship, couple. ഞാൻ ഓരോരുത്തരെ കൊണ്ട് ഇപ്പൊ സ്പെല്ലിംഗ് പറയിപ്പിക്കുവേ. സാർ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട്. വേഗം പഠിച്ച സ്പെല്ലിംഗ് എന്നോട് ചോദിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ടോന്ന്. വേഗം പറഞ്ഞിട്ട് നമുക്ക് കേൾപ്പിച്ചു കൊടുക്കാലോ. പഠിച്ചിട്ട് നിങ്ങൾ ഓരോരുത്തരും പറയുന്നത്. S-H-I-P, ship. S-H-I-P, ship. ഓക്കെ, ഒന്ന് നോക്കി എഴുതിയ മക്കളെ. ഓക്കെ, പഠിച്ചോ? ഇത്രയും സമയം തന്നില്ലേ മിസ്? ഇല്ലേ? എന്നിട്ട് പഠിച്ചോ നിങ്ങള്? പഠിച്ചോ? ഈ 3 വേർഡ്സിന്റെ സ്പെല്ലിംഗ് പഠിച്ചവരൊന്ന്. ഓക്കെ, ഓൾ സ്റ്റാൻഡ് അപ്പ്. Godwin, where are you? Godwin,
ആഹാ, ഇവിടെ അതിന്റെ ഇടക്ക് തുക്കാൻ പോയത്. ഓക്കെ ഓക്കെ, എന്തോ പറയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഓൾ സ്റ്റാൻഡ് അപ്പ് ഗോഡ്വിൻ. യു സ്റ്റാൻഡ് അപ്പ് ദ. ഓൾ സ്റ്റാൻഡ് അപ്പ്. ഓക്കെ, ഇനി ഈ വേർഡ്സ് എല്ലാം ഇപ്പൊ പറഞ്ഞ 3 വേർഡ്സും പഠിച്ചവരിരുന്നോ? ഇപ്പൊ പറഞ്ഞ 3 വേർഡ്സിന്റെ സ്പെല്ലിംഗ് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം ഇരുന്നു നോക്കിയേ. അയ്യോ നാണക്കേടാണ്. വേഗം പഠിച്ചോ, വേഗം സ്പെല്ലിംഗ് പഠിച്ചോ. Okay, finish. Okay, പഠിച്ചോ. All sit down. All sit down. And next one നോക്കി, അതും കൂടി നമുക്ക് ഒന്ന് നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വെനസ്ഡേ അല്ലേ ക്ലാസ് ഉള്ളൂ അല്ലേ? അപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും വേർഡ്സ് പഠിക്കാൻ പറ്റില്ലേ? 6 12 വേർഡ്സേ ആകുള്ളൂ. 12 വേർഡ്സ് പഠിക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? 12 വേർഡ്സ് പഠിക്കാൻ പറ്റില്ലേ? ഭാവയാണി നേരിടുന്നേ. പഠിക്കാൻ പറ്റില്ലേ 12 വേർഡ്സ്? ഇനി നെക്സ്റ്റ് വെനസ്ഡേ ക്ലാസ് ഉള്ളൂ മക്കളെ. അതായത് ഇന്ന് വെനസ്ഡേ അല്ലേ? ഇനി ഒരാഴ്ച സമയത്തിനുള്ളിൽ 12 വേർഡ്സ് പഠിക്കാൻ പറ്റില്ലേ? ഇല്ലേ? ഒരു 3 വേർഡ്സ് പഠിച്ചാ പോരെ? പഠിക്കാൻ പറ്റൂലേ? ഇല്ലേ? നമുക്കിത് പറഞ്ഞു പോകാം ഇന്ന്. അതും കൂടി പറഞ്ഞു പോയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, യെസ്. Some words begin with CH. CH വരുമ്പോ ഏത് സൗണ്ടാ വരിക? ഷ് സൗണ്ടാ വരിക. ഓക്കെ, ഷ്, CH. And first picture is chick. First one is chick. CHICK, chick. CHICK, chick എന്ന് പറഞ്ഞാൽ എന്താണ്? ചിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കോഴിക്കുഞ്ഞിനെയാണ് നമ്മൾ എന്ത് പറയാ? ചിക്ക് എന്ന് പറയാ. ചിക്ക്, കോഴിക്കുഞ്ഞ്. ഓക്കെ, ചിക്ക്. ചിക്ക്, ഫസ്റ്റ് വൺ ചിക്ക്. CHICK, ചിക്ക്. CHICK, ചിക്ക്. പറഞ്ഞു നോക്കിയ മിസ്സിനെ പോലെ. മിസ് പറയുന്ന പോലെ പറഞ്ഞു നോക്കിയേ. CHICK, ചിക്ക്. CHICK, ചിക്ക്. CHICK, chick. CHICK, chick. ഒന്നും കൂടി. CHICK, chick. CHICK, chick. നെക്സ്റ്റ് വൺ, നമ്മൾ ഇരിക്കുന്ന കസേരയ്ക്ക് എന്താ ഇംഗ്ലീഷിൽ പറയാ? ചെയർ. എന്താണ്? ചെയർ. അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അതിന്റെ സ്പെല്ലിംഗ് ആണ് പഠിക്കേണ്ടത്. CHAIR, ചെയർ. CHAIR, ചെയർ. CHAIR, ചെയർ. CHAIR, chair. Okay. CHAIR, chair. And last one, chalk. Do you know what is chalk?
ചോക്ക് അറിയില്ലേ നിങ്ങൾക്ക് ബോർഡിൽ എഴുതുന്ന ചോക്ക്? അപ്പൊ ചോക്കിന്റെ സ്പെല്ലിംഗ് പഠിക്കാം. ചോക്ക് എന്നുള്ള വേർഡും CH എന്ന സ്പെല്ലിംഗിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചോക്ക്, CHALK, ചോക്ക്, CHALK, ചോക്ക്, CHALK, ചോക്ക്. ഭവിക, can you hear me? ഭവികക്ക് മിസ് പറയുന്നത് കേൾക്കുന്നില്ലേ? യെസ്, CHALK, ചോക്ക്, CHALK, ചോക്ക്, CHALK. എല്ലാവർക്കും ഉറക്കം വരാൻ വേണ്ടി തുടങ്ങിയോ? സ്റ്റാൻഡ് അപ്പ്, stand up, raise your hands, hands up. Arjun Rajesh, hands down, hands up, hands up. Samajhna, hands down. Okay, hands down. Okay, okay, you can sit down. ഉഷാറായോ? ഒന്നുകൂടി ആ സ്പെല്ലിംഗ് പറഞ്ഞ് നമുക്ക് നിർത്താം. ഏതൊക്കെ വേർഡ്സ് എന്ന് പഠിച്ചത്? ഷർട്ട്, ഷൂ ആൻഡ് ഷിപ്പ്. നെക്സ്റ്റ് വൺ ചിക്ക്. സ്പെല്ലിംഗ് ഒന്ന് ബോർഡിൽ എഴുതി നോക്കാലോ നമുക്ക്. ചിക്കിന്റെ സ്പെല്ലിംഗ് ബോർഡിൽ എഴുതി നോക്കാലോ. CHICK, chick. CHICK, chick. And next one chair. എടുത്ത് നിങ്ങളുടെ റഫ് ബുക്കോ അതോ നമ്മുടെ സ്ലൈറ്റ് ബുക്കോ, നോട്ട് സ്ലൈറ്റ് ബുക്ക്, സ്ലൈറ്റോ എടുത്ത്, റഫ് ബുക്കോ സ്ലൈറ്റോ എടുത്തിട്ട് എഴുതിയ ഫിയോണ മരിയ. And last word chalk, 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 chalk. Okay, എഴുതിയോ? സ്ലൈറ്റ് നിറയെ ഇന്ന് തന്നെ എഴുതി പഠിക്കുക. അല്ല റഫ് ബുക്ക് നിറയെ ഇന്ന് തന്നെ എഴുതി പഠിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ 12 വേർഡ്സും പഠിച്ചിട്ട് വരാൻ നോട്ട്ബുക്കിലേക്ക് എഴുതി പഠിക്കാം. കേട്ടല്ലോ? നോട്ട്ബുക്കിലേക്ക്. അപ്പൊ എത്ര പേജ് ആകും? ഒരു എന്റെ സമജ്ന, ഞാൻ എല്ലാം ഇവിടുന്ന് കാണുന്നുണ്ട് കേട്ടാ. ഓക്കെ, ഒരു പേജിൽ 3 വേർഡ്സ് ആണ് എഴുതേണ്ടത്. 3 വേർഡ്സും താഴെ 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 എഴുതി പഠിക്കാം. ഓക്കെ, അങ്ങനെ 4 പേജിൽ എഴുതി എല്ലാ വേർഡ്സും. നെക്സ്റ്റ് വെനസ്ഡേക്ക് മാത്രം മതി. അടുത്ത ബുധനാഴ്ച അല്ല അടുത്ത ചൊവ്വാഴ്ച രാത്രി മിസ്സിന് അയച്ചു തന്നാൽ മതി. അത്രയും സമയത്ത് എഴുതിയാൽ മതി. കേട്ടല്ലോ? മക്കളെ തിരക്ക് പിടിച്ച് എഴുതി കൈയൊന്നും വേദന എടുക്കണ്ട കേട്ടാ. സ്പീഡിൽ എഴുതി കൈയൊന്നും നിങ്ങളുടെ വേദന എടുപ്പിക്കണ്ട. മെല്ലെ മെല്ലെ എഴുതി പഠിച്ചാൽ മതി. എത്രയും ഒരാഴ്ച സമയമുണ്ട്. ഓക്കെ ദൻ. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? നിങ്ങൾക്ക് മടുത്തില്ലേ 2 പീരീഡ് ഇംഗ്ലീഷ്? ഇല്ലേ? മടുത്തില്ലേ? നോ. ഇഷാനാർക്ക് സേസ് അവന് മടുത്തില്ല പോലും. ബാക്കി എല്ലാവർക്കും മടുത്തു അല്ലേ? ഗോഡ്വിൻ സത്യം പറഞ്ഞു, മടുത്തു. ഓക്കെ, we can wind up our class. Okay, bye. ഓക്കെ, ഇത്രയും മതി ഒരു ദിവസം. എന്റെ മക്കൾ ഇത്ര പോരെ പഠിച്ചാൽ മതി. 12 വേർഡ്സ് ഇപ്പൊ പറഞ്ഞു തന്നില്ലേ? ഓക്കെ, ബൈ.